ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളിതാ ഇതുപോലെ കുറച്ച് പച്ച മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല മധുരമുള്ള കുരുവൊന്നും ഇല്ലാത്ത മുന്തിരിയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ സീസൺ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം റേറ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ നല്ല റേറ്റൊക്കെ കുറയുള്ള സമയത്ത് നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനത് വലിയൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് മുങ്ങുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാവരും മുന്തിരിയൊക്കെ സാധാരണ ഉപ്പിട്ടിട്ട് തന്നെയാണ് കഴുകുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കഴുകുകയാണെങ്കിലും ചിലർ കാണാം ഇതെല്ലാം അടർത്തി എടുത്തിട്ട് ഉപ്പിട്ട് കഴുകി കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ആകുമ്പം ഈ ഇതിലെന്തായാലും ഭയങ്കരമായിട്ട് മരുന്നടിച്ചിട്ടുണ്ടാവും ഈ ഒരു മുന്തിരിയിൽ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ അടർത്തിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തോട്ടൊക്കെ കയറാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ശരിക്കും ഭയങ്കര ഒരു കൂടുതൽ വിഷാംശം ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് കുറച്ച് സമയം ഒന്നിങ്ങനെ കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ആദ്യം ആ വെള്ളം നമ്മൾ കയ്യിലൊന്നും തൊടാതെ തന്നെ നേരെ അത് ഡ്രെയിൻ ചെയ്തതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിക്കൊണ്ട് ഒന്ന് റബ്ബ് ചെയ്ത് കഴുകിയെടുക്കുക. 2-3 പ്രാവശ്യം കഴുകി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളിത് ഇതുപോലെ ആ ഒരു തണ്ടിൽ ഇങ്ങനെ അടർത്തിയെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റീമർ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൽ ആ ഒരു കുഴിക്കനുസരിച്ച് ഏകദേശം അങ്ങനെ ഒരു 6 എണ്ണം വീതം അങ്ങനെ ഓരോ കുഴിയിലേക്കും ഇട്ടിട്ട് ആ ഒരു 3 തട്ടിലേക്കും ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്നിങ്ങനെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 3 തട്ടും വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു 6-7 മിനിറ്റ് ഒന്നിങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിത് എടുത്ത് മാറ്റി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ ഒന്നിങ്ങനെ മാറി ചെറുതായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചിങ്ങനെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അത് സ്റ്റീമായിട്ട് മേലെ വന്നതിൻ്റെ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ ആ വെള്ളം നമ്മൾ കളയണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്നിങ്ങനെ ഇത് ഞാനൊരു വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കിയിട്ടുള്ളതായിരുന്നു. നമ്മൾ ഈ ഉണക്കമുന്തിരി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലെ വെള്ളം വെള്ളം ഉണ്ടായത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്തൊന്നും. പക്ഷേ ഞാനാക്കിയ സമയത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വെള്ളം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര മധുരമായിരുന്നു കേട്ടോ. കറക്റ്റ് നല്ല നമ്മൾ കറുപ്പ് മുന്തിരിയൊക്കെ നമ്മൾ പുഴുങ്ങിയിട്ട് ജ്യൂസ് അടിക്കുമല്ലോ, അപ്പോൾ അതുപോലെ നല്ലൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ വെള്ളമൊക്കെ ഞാൻ എടുത്ത് കുടിച്ചിട്ട്, കാരണം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ളതാണല്ലോ. പിന്നെ നമ്മളത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഓരോന്ന് വേറെ വേറെ വെച്ചിട്ട് ഇങ്ങനെ ഉണക്കിയെടുക്കുകയാണ്. അപ്പോൾ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് 2 ദിവസം കൊണ്ടൊക്കെ ഉണങ്ങിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പക്ഷേ ഒരു 4-5 ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് അതായത് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇങ്ങനെ ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതായത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയൊക്കെ റെഡിയായി ഒരു ഏകദേശം 6 ദിവസം കഴിഞ്ഞ ശേഷം കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ആ ഒരു ഉണക്കമുന്തിരി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ആ സാധാരണ പോലത്തെ മുന്തിരി നമ്മൾ കഴുകിയിട്ട് ഇതിങ്ങനെ ഉണക്കാൻ വെക്കുക എടുക്കുക ആ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മളിങ്ങനെ ഉണക്കിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് എടുക്കുന്നതായിട്ടാണ് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്കിത് ഇതുപോലെ ഇങ്ങനെ ആ പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് പറിച്ചെടുക്കേണ്ട പോലെയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് കുറച്ച് അധികം കുക്കായിട്ടുണ്ടോ എന്നുള്ളത്. 6 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റീം ചെയ്തത്. അപ്പോൾ പക്ഷേ അങ്ങനെ വേണ്ടാന്ന് ഒരു 4-5 മിനിറ്റ് മതിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നല്ല കറക്റ്റായിട്ട് കുറച്ചൊന്നും ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് അതുപോലെ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ഇങ്ങനെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ 6-7 ദിവസം കഴിഞ്ഞ് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് നമ്മൾ ഉണക്കമുന്തിരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ടേസ്റ്റൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഈ ഒരു ഉണക്കമുന്തിരി നന്നായിട്ട് മരുന്നടിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഞാൻ കുറേ വീഡിയോസ് കണ്ട് ചെയ്തതാണെങ്കിലും അതിലൊന്നും ഇതുപോലെ സ്റ്റീം ചെയ്തപ്പോൾ ഒരുപാട് വെള്ളം ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയതൊക്കെയാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഞാൻ ചെയ്തപ്പോൾ വന്നിട്ടുള്ള 2 കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.